നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതാനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ പേജുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് അടക്കമുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സൈബർ സെൽ ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടി. ഇപ്പോഴിതാ പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജ സന്തതികളാണ് എല്ലാ പോരാളി ഷാജിമാരെന്നും കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. 2015 മെയ് 15 നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുദ്രാവാക്യം പിണറായി വിജയൻ എന്റെ ഹീറോ എന്നതാണ്. 8.4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിന്നാണ് CPM നേതൃത്വത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നിട്ടുള്ളത്. 2017 മാർച്ച് 24 മറ്റൊരു പോരാളി ഷാജി പേജ് തുറന്നത് പി ജയരാജന്റെ അനുയായികളാണ്. 2019 മാർച്ച് 10 തുടങ്ങിയ PJ ആർമി പി ജയരാജൻ സ്തുതിഗീതം ആലപിച്ചപ്പോൾ പാർട്ടി വിലക്കി. 2021 ജൂൺ 25 PJ ആർമി ഗ്രൂപ്പ് റെഡ് ആർമിയായി മാറി. പിന്നീട് MV ജയരാജന്റെ അനുയായികൾ പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന പേജ് തുടങ്ങി. 3 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഈ പേജിന്റെ മുഖചിത്രം MV ജയരാജന്റേതാണ്. ഈ ഫേസ്ബുക്ക് പേജുകളുടെയും ഗ്രൂപ്പുകളുടെയും മിക്കവാറും എല്ലാ അഡ്മിന്മാരും കണ്ണൂർ സ്വദേശികളാണെങ്കിലും പലരും ഗൾഫ് രാജ്യങ്ങളിലും ചെന്നൈയിലുമാണ് താമസം. ചെങ്കോട്ട, ചെങ്കതിർ, ചുവപ്പ് സഖാക്കൾ എന്നീ പേജുകളുടെയും അഡ്മിന്മാർ CPMകാരാണ്. വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ CPM നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസ് എടുക്കേണ്ടി വരും. കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലടി മറച്ചുവെക്കാനാണ് കോൺഗ്രസ് അഡ്മിന്മാരെ വിലക്കെടുത്തതെന്നും വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതെന്നും MV ജയരാജൻ ആരോപിച്ചത്. കോൺഗ്രസിന് ഇപ്പോൾ CPMനേക്കാൾ ശക്തമായ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെയും അപകീർത്തിപ്പെടുത്താതെ മികച്ച രീതിയിൽ ആശയപ്രചാരണം നടത്താൻ കോൺഗ്രസ് സൈബർ വിങ്ങിന് സാധിച്ചു. സ്വന്തം പാളയത്തിലുണ്ടായ അന്തഛിദ്രത്തിന് കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്തെത്തിയിരുന്നു. യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ടെന്നായിരുന്നു വിമർശനം. പിന്നാലെ പോരാളി ഷാജി, റെഡ് ആർമി അടക്കം എല്ലാ ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാർ പുറത്തു വരണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു. ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് പോരാളി ഷാജിയുടെ ലക്ഷ്യമെങ്കിൽ അഡ്മിൻ പുറത്തു വരണമെന്നായിരുന്നു വെല്ലുവിളി. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. പക്ഷെ ഇപ്പോൾ കാണുന്ന പ്രവണത ഇത്തരം ഗ്രൂപ്പുകൾക്ക് വിലയ്ക്ക് വാങ്ങുന്നതാണ്. അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാകും. അവരെ വിലയ്ക്ക് വാങ്ങുകയാണ്. അവരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായി വരുന്നത്. ഇടതുപക്ഷ വിരുദ്ധത, CPIM വിരുദ്ധ പോസ്റ്റുകളാണ് വരുന്നത്. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളി എന്നായിരുന്നു ജയരാജന്റെ ആദ്യ പ്രതികരണം. ഇതിനു പിന്നാലെ MV ജയരാജനെതിരെ പോസ്റ്റുമായി പോരാളി ഷാജി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് ഉത്തരവാദിത്തം അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്ന് ജനങ്ങളെ പിഴിഞ്ഞു ഭരിച്ച സർക്കാരിന് തന്നെയാണെന്നാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് വൈറലായത്.